മക്കളെ, എയിംസിൻ്റെ 2025 BSc കോഴ്സിൻ്റെ ഡീറ്റെയിൽഡ് പ്രോസ്പെക്ടസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തതാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ബേസിക് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് പ്രോസ്പെക്ടസ് വന്നപ്പോൾ മുമ്പ് പറയാത്ത കാര്യങ്ങളും അഡീഷണലി വന്ന കണ്ടന്റുകളും മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇതിൻ്റെ താഴെ നമ്മൾ സാധാരണ കുട്ടികൾ ഡൗട്ട് ചോദിക്കുമ്പോൾ ഇതിൻ്റെ താഴെ ചോദിക്കുന്ന ഡൗട്ടുകൾ ചിലപ്പോൾ പൂർണ്ണമായിരിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ അതിന് നമുക്ക് വേറെ ചോദ്യങ്ങൾ, ഇപ്പോൾ അവരൊരു കാര്യം നമ്മളോട് ചോദിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടുതൽ അറിയേണ്ടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കമൻറ്റ് ചെയ്യുന്നതിനേക്കഴിഞ്ഞും നല്ലത് ഞാൻ ഇതിൻ്റെ താഴെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് വാട്സപ്പായി അയക്കാം. അപ്പോൾ അങ്ങനെ അയക്കുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അതൊന്ന് ഓർക്കുക. ഇനി ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. ഷെഡ്യൂൾ നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ബേസിക് രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യേണ്ട ബേസിക് രജിസ്ട്രേഷൻ, BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കലിൻ്റെയും പോസ്റ്റ് ബേസിക്കിൻ്റെയും എല്ലാം ബേസിക് രജിസ്ട്രേഷൻ 8-ാം തീയതി ആരംഭിച്ചിരുന്നു. ഏപ്രിൽ 8-ാം തീയതി ആരംഭിച്ച് മെയ് 7 വരെയാണ് അതിനുള്ള സമയം. ഇനി അങ്ങനെ നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയോ എന്ന് 9-ാം തീയതിക്കുള്ളിൽ അറിയാൻ പറ്റും. അങ്ങനെ 9-ാം തീയതിക്കുള്ളിൽ അറിയുമ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 9-ാം തീയതി തുടങ്ങി 12-ാം തീയതി മെയ് 12 വരെ നിങ്ങൾക്ക് അത് റീപ്ലേസ് ചെയ്യാനുള്ള സമയം കിട്ടും. ഇനി ഫൈനൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് 14-ാം തീയതി അറിയാം. ഇത് മാക്സിമം ആണ് കേട്ടോ, 14-ാം തീയതി, അതായത് മെയ് 14 അറിയാം. ഇനി ജനറേഷൻ ഓഫ് കോഡ്, ഈ ബാക്കി സെക്കൻഡറി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ജനറേഷൻ ഓഫ് കോഡ് ഏപ്രിൽ 17-ാം തീയതി ആരംഭിക്കും. അപ്പോൾ അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ആദ്യത്തെ ബേസിക് രജിസ്ട്രേഷൻ ചെയ്ത് ഈ കൃത്യം 9-ാം തീയതി അല്ല, അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ വെരിഫൈ ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 8-ാം തീയതി രജിസ്റ്റർ ചെയ്തു, നിങ്ങൾക്ക് ചിലപ്പോൾ 10-ാം തീയതി അതിൻ്റെ സ്റ്റാറ്റസ് വന്നു, കറക്ഷൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ കറക്ഷൻ ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 13-ാം തീയതിയോ 15-ാം തീയതിയോ 16-ാം തീയതി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ വന്നു, നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യാം. ഈ പറയുന്ന ഡേറ്റുകൾ ലാസ്റ്റ് ഡേറ്റ് ആണ്, അപ്പോൾ ഈ ഡേറ്റിലല്ല വരിക, ഇതിന് മുമ്പ് തന്നെ വരും. ഓക്കെ, അത് ഓർക്കുക. ഇനി സെക്കൻഡ് രജിസ്ട്രേഷൻ നിങ്ങൾ തുടങ്ങേണ്ടത്, ഫൈനൽ രജിസ്ട്രേഷൻ തുടങ്ങേണ്ടത് ഈ 17-ാം തീയതിയാണ്. ക്ലോസിങ് മെയ് 15 വരെ അതിനുള്ള സമയം ഉണ്ടാവും. ആ മെയ് 15 വരെ, ആ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ബേസിക് നഴ്സിംഗിന് മാത്രമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഉണ്ടെങ്കിൽ അങ്ങനെ, അതിന് രണ്ടിനും സെപ്പറേറ്റ് കോഡ് ജനറേറ്റ് ചെയ്യണം. അതൊക്കെ നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി ഫൈനൽ രജിസ്ട്രേഷൻ്റെ പേയ്മെൻറ്റും ഒക്കെ ചെയ്യേണ്ടത് 17-ാം തീയതി തുടങ്ങി 15-ാം തീയതി വരെയാണ്. അതേ സമയത്ത് തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം. അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് 20-ാം തീയതി അറിയാം. ഇനി ഏതെങ്കിലും നമുക്ക് ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ 22-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ചെയ്യണം. അതായത് മെയ് 22 എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്യും. മെയ് 26-ാം തീയതി ഓൾമോസ്റ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും റിലീസ് ആവും. അപ്പോൾ ഈ ഡേറ്റ് ഷെഡ്യൂൾ നോക്കുക. ഇനി 26-ാം തീയതി അഡ്മിറ്റ് കാർഡ് വന്നാൽ, അപ്പോൾ അത് സാധാരണ ഇതൊരു BSc നഴ്സിംഗിൻ്റെതാണ്. എന്നാൽ പാരാമെഡിക്കലിൻ്റെത് 20-ാം തീയതി, ജൂൺ 20-ാം തീയതിയാണ് അഡ്മിറ്റ് കാർഡ് വരിക. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നോക്കുക. BSc നഴ്സിംഗിൻ്റെത് ജൂൺ 1-ാം തീയതിയാണ്, പോസ്റ്റ് ബേസിക്കിൻ്റെത് ജൂൺ 21-നാണ്, പാരാമെഡിക്കലിൻ്റെത് ജൂൺ 28-നാണ്. ഇത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. അപ്പോൾ ഡേറ്റ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. BSc നഴ്സിംഗ് പോസ്റ്റ് ബേസിക്കിൻ്റെത് 21-ാം തീയതി എക്സാം ആയിരിക്കും. റിസൾട്ട് 27-ാം തീയതി ജൂണിൽ വരും. പാരാമെഡിക്കലിൻ്റെ എക്സാം 28 ജൂണിനാണ്, ജൂലൈ 4-ന് റിസൾട്ട് ഉണ്ടാവും. നഴ്സിംഗിൻ്റേത് ജൂൺ 1-നാണ്, ജൂൺ 6-ന് റിസൾട്ട് വരും. ഇനി അപ്ലൈ ചെയ്യാനുള്ള ഫീസ് നോക്കുക. അപ്ലിക്കേഷൻ്റെയും രജിസ്ട്രേഷൻ ഈ ഫീ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ജനറൽ അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറി 2000 രൂപയാണ്. ട്രാൻസാക്ഷൻ ഫീ, അതായത് നമ്മൾ എമൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൻ്റെ ബാങ്കിൻ്റെ ഫീ അഡീഷണൽ ഉണ്ടാവും. ഇത് 2000 രൂപ രജിസ്ട്രേഷൻ ഫീ മാത്രമാണ്. OBC NCL ആണെങ്കിലും 2000 രൂപ അടയ്ക്കണം. SC കാറ്റഗറി ആണെങ്കിൽ 1600 രൂപയാണ്. ST കാറ്റഗറി ആണെങ്കിലും 1600 ആണ്. EWS ആണെങ്കിലും 1600 ആണ്. ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഫീ പേ ചെയ്യേണ്ടതില്ല. ഇനി സീറ്റ് റേഞ്ച് നോക്കുക. BSc നഴ്സിംഗിനാണ് ഏറ്റവും കൂടുതൽ സീറ്റുള്ളത്. പാരാമെഡിക്കലിന് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും 4 അല്ലെങ്കിൽ 10-12 സീറ്റൊക്കെയാണ് ആവറേജ് ഉണ്ടാവുക. അത് കുറേ പേജുകൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എയിംസിൻ്റെ സൈറ്റിൽ നിന്ന് BSc പ്രോസ്പെക്ടസ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഡീറ്റെയിൽ പ്രോസ്പെക്ടസ് കിട്ടും. ഞാൻ അതിലെ മെയിൻ കാര്യങ്ങൾ മാത്രം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, അതായത് ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തവർക്ക് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എടുത്താൽ ഒരുപാട് പേജ് ഉള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കുന്നു. നമുക്ക് പാരാമെഡിക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ ചിലപ്പോൾ 10 സീറ്റായിരിക്കും ഒരു കോഴ്സിനുണ്ടാവുക, റായ്പൂരിൽ ചിലപ്പോൾ 5 സീറ്റായിരിക്കും ഉണ്ടാവുക. എന്നാൽ BSc നഴ്സിംഗ് അങ്ങനെയല്ല, ഓരോന്നിലും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ ഈ ലിസ്റ്റ് നോക്കുക. 18ഓളം എയിംസിലായിട്ട് ആകെ 1291 സീറ്റാണുള്ളത് BSc നഴ്സിംഗിന്. പ്രത്യേകം ശ്രദ്ധിക്കുക, പെൺകുട്ടികൾക്ക് മാത്രമാണ്, ആൺകുട്ടികൾക്ക് BSc നഴ്സിംഗിന് അപേക്ഷിക്കാൻ പറ്റൂല, എന്നാൽ പാരാമെഡിക്കൽ അപേക്ഷിക്കാം. ഡൽഹിയിലെ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 38ആണ്, ബറ്റിൻ്റെ 24ആണ്. ഈ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ കാണാം. അങ്ങനെ അൺറിസർവ്ഡിന് 525 സീറ്റാണ്.
അൺറിസർവ്ഡിലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് 19 സീറ്റ്, EWSന് 129 സീറ്റ്, EWSലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് 3 സീറ്റ് ഉണ്ടാവും, OBCക്ക് 350 സീറ്റാണ്, OBCയിലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് 19 സീറ്റാണ്, SCയിലെ 192 സീറ്റ്, അവരുടെ PWDക്ക് 10 സീറ്റ്, STക്ക് 95 സീറ്റ്, ഫിസിക്കൽ ഡിസബിലിറ്റിയിൽ ആ കാറ്റഗറിയിലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് 6 സീറ്റ്. അങ്ങനെ 1291 സീറ്റാണ്. 18 എയിംസിലായിട്ട് 1291 സീറ്റുണ്ട്. ഇനി കോഴ്സസിന്റെ ഡീറ്റെയിൽ നോക്കുക. ഇപ്പോൾ BSc കോഴ്സ് എയിംസ് ഡൽഹിയിൽ മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്നുള്ള പാരാമെഡിക്കൽ കോഴ്സ് ഉണ്ട്. അതുപോലെ ഡെന്റൽ ഓപ്പറേറ്റിംഗ് ആൻഡ് റൂം അസിസ്റ്റന്റ് കോഴ്സ് ഉണ്ട്, ഡെന്റൽ ഹൈജീൻ ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഉണ്ട്, പിന്നെ പോസ്റ്റ് ബേസിക് ഉണ്ട്, BSc ഓണേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റേഡിയോളജിക്ക് വരുന്നത് 4 വർഷത്തെ കോഴ്സാണ്, ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റിന് 3.5 വർഷത്തെ കോഴ്സാണ്. ഇപ്പോൾ ഈ ഡ്യൂറേഷൻ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭുവനേശ്വറിലേക്ക് വരുമ്പോൾ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തോഷ്യോളജി ടെക്നിക് ഉണ്ട്, മെഡിക്കൽ ടെക്നോളജി ഇൻ റേഡിയോഗ്രാഫി ഉണ്ട്, മെഡിക്കൽ ടെക്നോളജി ഇൻ റേഡിയോ തെറാപ്പി ഉണ്ട്. അതേപോലെ ബാച്ചലർ ഓഫ് ഒപ്റ്റോമെട്രി ഇത് ഋഷികേശിലാണ്. അതേപോലെ യൂറോളജി ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, അതുപോലെ സ്ലീപ്പ് ടെക്നോളജി, റെസ്പിറേറ്ററി തെറാപ്പി, ന്യൂറോ മോണിറ്ററിംഗ് ടെക്നോളജി, ഓർത്തോപീഡിക് ടെക്നോളജി, ഇങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. അപ്പോൾ ഞാൻ ആ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതെല്ലാം വായിക്കുന്നില്ല. ഇതിന്റെ കണ്ടിന്യൂഷൻ മുമ്പ് പറഞ്ഞപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ഇവിടെയുണ്ട്. എയിംസ് നാഗ്പൂരിലുള്ളത്, അതേപോലെ ബിലാസ്പൂരിലുള്ളത്, ജോധ്പൂരിലുള്ളത്, ബിബിനഗറിലുള്ളത്, റായ്പൂരിലുള്ളത്, ഇങ്ങനെ കോഴ്സസിന്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഏതൊക്കെയാണ് പാരാമെഡിക്കൽ കോഴ്സസ് എന്ന്. ഇനി റിസർവേഷൻ ക്രൈറ്റീരിയ നോക്കുക. OBCക്ക് 27% സീറ്റ് റിസർവേഷനാണ്. നമ്മൾ മുമ്പ് നഴ്സിംഗിന്റെ സീറ്റ് റിസർവേഷൻ പറഞ്ഞിരുന്നു. ഇനി SC ആണെങ്കിൽ 15% സീറ്റ്, ST ആണെങ്കിൽ 7.5% സീറ്റ്, ഇക്കണോമിക്കലി വീക്ക് സെക്ഷൻ ആണെങ്കിൽ 10% സീറ്റും റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. OBC ആണെങ്കിൽ NCL, താലൂക്കിൽ നിന്നുള്ള NCL സബ്മിറ്റ് ചെയ്യണം. SC ST കാറ്റഗറികൾ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്നുള്ളത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ EWS ആണെങ്കിൽ താലൂക്കിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. ഇനി സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി നോക്കി. OBC NCL കാറ്റഗറി അല്ലെങ്കിൽ EWS കാറ്റഗറിയിലുള്ള കുട്ടികൾ അത് BSc നഴ്സിംഗിനാണെങ്കിലും പോസ്റ്റ് ബേസിക്കിനാണെങ്കിലും പാരാമെഡിക്കലിനാണെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന താലൂക്കിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഏപ്രിൽ 1 മെയ് 15 ഉള്ളിലെടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ആ 2 ഡേറ്റ് ഉൾപ്പെടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ 1 തുടങ്ങി മെയ് 15 വരെയുള്ള ഡേറ്റിൽ എടുത്ത സർട്ടിഫിക്കറ്റ് തന്നെ വേണം. ഇനി എലിജിബിലിറ്റി നോക്കുക. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതേപോലെ ഹാസ് അറ്റൈൻഡ് ഓർ വിൽ അറ്റൈൻഡ് ഏജ് 17 വയസ്സ് തികഞ്ഞിരിക്കണം. എന്നാണ് 31 ഡിസംബർ. അത് 2025 ഡിസംബർ 31 17 വയസ്സ് തികഞ്ഞിരിക്കണം. ഓക്കെ, അതായത് കുറച്ചുകൂടി ക്ലിയർ ആയി പറഞ്ഞാൽ 2009 ജനുവരി 2 അതിനുശേഷമോ ജനിച്ചവരായിരിക്കരുത്. +2 പാസ്സായിട്ടുണ്ടാവണം. +2 ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുണ്ടാവണം. ഇതിൽ ചില കേസിൽ മാത്സ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. എല്ലാ കോഴ്സും അങ്ങനെയല്ല. ഇപ്പം ഇതിൽ നോക്കുക. ബാച്ചലർ ഓഫ് ഒപ്റ്റോമെട്രി, ബാച്ചലർ ഓഫ് മെഡിക്കൽ ടെക്നോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BSc ഇൻ ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ്, BSc ഇൻ ഡെന്റൽ ഹൈജീൻ, ഇങ്ങനെ കുറേ കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ 3, 4, 5 കോഴ്സുകൾക്ക് ബയോളജി കമ്പൽസറി ആണ്. ഏതൊക്കെയാണ്? ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ്, ഡെന്റൽ ഹൈജീന്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഇതിനൊക്കെ എന്താണ്? ബയോളജി പഠിച്ചിട്ടുണ്ടാവണം. എന്നാൽ ചില കോഴ്സുകൾക്ക് മാത്സ് പഠിച്ചാലും മതി. അതിവിടെ നോക്കിയാൽ കാണാം. ഇപ്പോൾ എയിംസ് ന്യൂഡൽഹിയിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന 2, 3, 4 കോഴ്സുകൾക്ക് ബയോളജി കമ്പൽസറി ആണ്. എന്നാൽ നേരെ തിരിച്ച് ഈ ബാച്ചലർ ഓഫ് മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന് മാത്സ് പഠിച്ചാൽ, ബയോളജിയോ മാത്സോ പഠിച്ചാൽ മതി. ഓക്കെ, അതിൽ ഓൾമോസ്റ്റ് എന്താണ് ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ OBC NCL EWSനൊക്കെ 50% സീറ്റ് മാർക്ക് ഉണ്ടാവണം ഹയർ സെക്കൻഡറിയിൽ. എന്നാൽ SC ST ആണെങ്കിൽ 45% മാർക്ക് ഉണ്ടായാൽ മതി. ഏതിനൊക്കെയാണ്? എല്ലാ സബ്ജക്റ്റിനോടല്ല, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി പ്ലസ് ബയോളജി അല്ലെങ്കിൽ മാത്സ്, ഏതാണോ നിങ്ങൾക്ക് ആ കോഴ്സിന് വേണ്ടത് അത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഈ സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സിനൂടെ ചേർത്ത് 50% അല്ലെങ്കിൽ 45% മാർക്ക് വേണ്ടത്. ഇനി അതിന്റെ എക്സാം സെന്ററുകൾ നോക്കുക. സെന്ററുകൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല, പകരം ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. BSc ഓണേഴ്സ് നഴ്സിംഗിനും അതേപോലെ പാരാമെഡിക്കൽ കോഴ്സിനും ഇന്ത്യയിലെ എല്ലാ മേജർ സിറ്റീസിലും നിങ്ങൾക്ക് എന്തുണ്ടാവും? എക്സാം സെന്റർ ഉണ്ടാവും. എന്നാൽ പോസ്റ്റ് ബേസിക്കിന് ഡൽഹിയിലായിരിക്കും ഉണ്ടാവുക. ഇനി എക്സാമിന്റെ പാറ്റേൺ നോക്കുക. BSc നഴ്സിംഗ് അപ്ലൈ ചെയ്തിരിക്കുന്ന കുട്ടികൾ എഴുതേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജനറൽ നോളജ്. ഒരു ക്വസ്റ്റൻ 1 മാർക്കാണ്. അപ്പം 30 ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റൻ 1 മാർക്ക് വീതം 30 മാർക്കാണ്. അപ്പോൾ അതേപോലെ കെമിസ്ട്രിയിലും 30 ക്വസ്റ്റൻ ഉണ്ടാവും, ബയോളജിയിലും 30 ക്വസ്റ്റൻ ഉണ്ടാവും, ജനറൽ നോളജിലും 10 ക്വസ്റ്റനും ഉണ്ടാവും. അങ്ങനെ 100 ക്വസ്റ്റ്യനാണ്. 100 ക്വസ്റ്റൻ ഓരോ മാർക്ക് വീതം 100 മാർക്കാണ് BSc നഴ്സിംഗിന്. എന്നാൽ പാരാമെഡിക്കലിന് ജനറൽ നോളജ് മെൻഷൻ ചെയ്തിട്ടില്ല. പകരം നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ബയോളജി ആണെങ്കിൽ ബയോളജി, മാത്സ് ആണെങ്കിൽ മാത്സ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബയോളജി നിർബന്ധമായിട്ടുള്ള കോഴ്സുകളുണ്ട്,
ബയോളജി ഇല്ല, മാത്സ് പഠിച്ചാലും അപ്ലൈ ചെയ്യാവുന്ന കോഴ്സുകളുമുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നതിനനുസരിച്ച് വേണം ചെയ്യാൻ, അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് പകരം അല്ലെങ്കിൽ മാത്സ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് 90 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക്, അങ്ങനെ 90 മാർക്കിലായിരിക്കും. ഇനി ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സിലബസ് ആണ്, അത് ഓർക്കുക. ഇനി മാർക്കിംഗ് സ്കീം നോക്കുക. ഈച്ച് കറക്റ്റ് റെസ്പോൺസ് വിൽ ഗെറ്റ് +1. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ്. തെറ്റിയാൽ നിങ്ങൾക്ക് 3-1 നെഗറ്റീവ് ഉണ്ടാവുക. നിങ്ങളൊരു ക്വസ്റ്റ്യൻ നോട്ട് ആൻസർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മാർക്ക്ഡ് ഫോർ റിവ്യൂ, നിങ്ങൾ പിന്നീട് നോക്കാൻ വേണ്ടി മാർക്ക്ഡ് ഫോർ റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് വരുന്നില്ല, അതിന് പ്ലസ് മാർക്കും ഉണ്ടാവില്ല, മൈനസ് മാർക്കും ഉണ്ടാവില്ല. ഇനി മോർ ദാൻ 1 റെസ്പോൺസ്, ഒന്നിൽ കൂടുതൽ റെസ്പോൺസ് ഒരു ക്വസ്റ്റിന് കൊടുത്താലും എന്താണ്, മൈനസ് മാർക്ക് വരും. ഓക്കെ, നോട്ട് ആൻസറിന് 0 ആണ്, അതിൽ പ്രശ്നങ്ങളില്ല. ഇനി ഏകദേശം ഫീസ് ഷെഡ്യൂൾ നോക്കുക. കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഫീ 25 രൂപയാണ്. നേഴ്സിംഗിനാണെങ്കിൽ 600 രൂപ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ വരും. പോസ്റ്റ് ബേസിക്കിനാണെങ്കിൽ 200 രൂപയാണ്. മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജിക്ക് 300 രൂപയാണ്. അങ്ങനെ ഓരോന്നിൻ്റെയും ഫീസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പോർട്ട് മണി എന്ന് പറഞ്ഞിട്ട് 960 രൂപ അടയ്ക്കേണ്ടതുണ്ട്. BSc പോസ്റ്റ് ബേസിക്കിനാണെങ്കിൽ 480 രൂപയാണ്. പാരാമെഡിക്കലിൽ ഓൾമോസ്റ്റ് എല്ലാത്തിനും 720 രൂപയാണ്. ഇനി ഹോസ്റ്റൽ റെന്റ് അതൊരു 480 രൂപ BSc നഴ്സിംഗിനും, പോസ്റ്റ് ബേസിക്കിന് 240 കോഷൻ ഫീ ഒരു 100 രൂപ അടയ്ക്കേണ്ടതുണ്ട്. ഹോസ്റ്റൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു 1000 രൂപ. പിന്നെ മെസ് ഫീ അഡീഷണലി വരുന്നുണ്ട്, അതൊരു അറൌണ്ട് 700 ടു സ്റ്റാർട്ട് ചെയ്യും, അത് ഡിപ്പെൻഡ് ആണ്. രജിസ്ട്രേഷൻ പ്രൊസീജിയർ നോക്കുക. ഇത് നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആദ്യം പാർ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസ് ചെയ്തതിനു ശേഷം അത് അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മെസ്സേജ് തരും. അപ്പോൾ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിക്ക് വരണം. അതായത് ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ചെയ്ത കുട്ടികൾ ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യണം. ഫൈനൽ രജിസ്ട്രേഷനിലാണ് നിങ്ങൾക്ക് കോഡ് ജനറേറ്റ് ചെയ്യേണ്ടത്. ഈ കോഡ് സെപ്പറേറ്റ് ആണ്. നഴ്സിംഗിന് വേറെ കോഡാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അവിടെ കോഡ് ജനറേഷനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നഴ്സിംഗിന് വേറെയും പാരാമെഡിക്കലിന് വേറെയുമായിട്ട് കോഡ് ജനറേറ്റ് ചെയ്യണം. CT ചോയ്സ് എടുക്കണം. പേയ്മെന്റ് ഓഫ് ഫീ പേ ചെയ്യണം. പിന്നെയാണ് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് അഡ്മിറ്റ് കാർഡ് കിട്ടും. അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ഡിഫക്റ്റ് എന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ഡിഫക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഷെഡ്യൂളിൽ തന്നെ റീപ്ലേസ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുക. ബാക്കി എക്സാമിന് ശേഷം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിന്റെ പ്രൊസീജിയറും ബാക്കിയൊക്കെ അടുത്ത അപ്ഡേറ്റ്, അതായത് എക്സാമിന് ശേഷം വരുന്ന അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് അതിനെ ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ അതുമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുമാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.